എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇതായിട്ട് പറയും. അത് എൻ്റെ ഡോക്ടേഴ്സിനും അറിയാം. ഞാൻ പറയും, ഞാൻ ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളിരിക്കുമ്പോൾ എനിക്കുണ്ടല്ലോ അടിപൊളി ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ, അക്കാഡമിയിലും ഉണ്ട്. ഒരു കളങ്കവും ഇല്ലാത്ത, എന്തും തുറന്ന് പറയുന്ന, തുറന്നങ്ങ് ഓപ്പണായിട്ട് ഒരു ഇതുമില്ലാതെ മടിയില്ലാണ്ട് പറയുന്ന നമ്മൾ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ അവിടെയുണ്ട്. ഇവളെ വിചാരം ഇവളേ ഉള്ളൂ എന്ന്. അവളെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ആകെ അവിടെ അക്കാഡമിയിൽ ഇഷ്ടമായത് 4 പേര് എൻ്റെ മനസ്സിലുള്ളൂ. 4 പേര്, അവർ മാത്രമേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അതിലൊരാൾ 5 പേര്, 4 ഒരാൾ ആദ്യമേ പതിഞ്ഞതാണ്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരാൾ ആദ്യമേ എൻ്റെ മനസ്സിൽ പതിഞ്ഞത്, ആളവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് കഴിയുന്നത് വേറൊരാൾ. ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അത്രയും പേരും, ഈ 5 പേരും എന്നെ ഒരുപാട് പഠിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഒരാളാണെങ്കിൽ എനിക്ക് വരച്ചും പിടിച്ചും ഒക്കെ എഴുതി തരുന്നത്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പിന്നെ വേറെ 2 പേരെന്ന് വെച്ചാൽ അവരെയും എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്ത് എനിക്ക് പറഞ്ഞു തരാനും പിടിക്കാനും ഒക്കെ എനിക്ക് പറഞ്ഞു തരും. ഞാനിങ്ങനെ എനിക്ക് വിശദമായി ഇങ്ങനെ പഠിക്കുന്നതൊക്കെ കേട്ടോണ്ടേയിരിക്കണം ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോണ്ടിരിക്കണം. അപ്പം ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത്രയും പേര് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൽ ഒരുത്തിയാട്ടോ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അവളാണ്. പിന്നെ പേരൊന്നും പറയുന്നൊന്നുമില്ല, ആരുടെയും പേര് ഇതിൽ പറയുന്നില്ല. പിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്കി 3 പേരും ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പം ഞാൻ ആരോടും ഒരു ഹെൽപ്പും ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കേണ്ടി വന്നില്ല, ചോദിക്കും. അവർ പറഞ്ഞു തരും. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ കോൾ എടുക്കും, പറഞ്ഞു തരും. ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് സെമ്മിൽ ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചോദിച്ചോന്നറിയില്ല. ഒരാൾ ഹെൽപ്പ് ചെയ്തു. എക്സാമിൻ്റെ സമയത്ത് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചോദിച്ചാൽ അപ്പം തരും. ഒരാളല്ല, ബാക്കി 4 പേരും 5 പേരും ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. 2, 3, 4 ഇല്ല, 5ാമത്തെ ആൾ പോയില്ല, ഒരാൾ പോയി ഇവിടുന്ന് വേറെയിടത്തേക്ക് പോയി. ഹെൽപ്പ് ചെയ്തു. എല്ലാവരുടെയും ഹെൽപ്പ് കുറച്ചായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു, പറഞ്ഞു തരാനും പിടിക്കാനും ഒക്കെ ആയിട്ടിട്ടാ. കോപ്പി അടിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഫുള്ള് CCTV ആണ്. പിന്നെ അതിവിദഗ്ധമായി കോപ്പി അടിക്കുന്നവരുണ്ടോയെന്ന് CCTV തപ്പിയാൽ അറിയാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഫുള്ള് CCTV ആണ് നമ്മുടെ ക്ലാസ് റൂമെല്ലാം. CCTV ആണ്. അത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു എക്സാമിന് എക്സാം കഴിഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കതെല്ലാം അറിയാമെന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എക്സാം കഴിഞ്ഞപ്പോഴേ ഞാൻ തല ചുറ്റി വീണു. എനിക്ക് തല ഇങ്ങനെ ചുറ്റുമ്പം അപ്പോഴേ അറിയാം ഞാനിപ്പോൾ വീഴുമെന്നറിയാം. ഞാൻ എന്നിട്ട് അവിടെ കിടന്നു. പിന്നെ എത്രയോ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ട് 1 o'clock നമ്മുടെ എക്സാം തീർന്നു. 1:30 ആകുമ്പോൾ എക്സാം തീർന്നു. 4:30, 4:45, 5 o'clock എങ്ങാണ്ടായപ്പോൾ അവിടെ നിന്ന് ഓഫീസ് റൂമിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. എല്ലാവരും കൂടെ എന്നെ എണീപ്പിച്ചു. വെള്ളം വേണോ, ഫുഡ് വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ ഒരു ഇതുണ്ടാവാം. പിന്നെ ഞാൻ എണീച്ച് ഞാനിങ്ങനെ പോന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല എനിക്കങ്ങനെ ഒന്നും ഉണ്ടായത്. ഞാനിട്ട് പറയാനും പോയില്ല. അവർ പറയുന്നത്, അതിൽ 2 പേര് പറഞ്ഞത് പോകാൻ നേരത്ത് ഞാൻ അവർക്ക് ഹായ് ടാറ്റയൊക്കെ കൊടുത്തെന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. ഞാൻ ടാറ്റ കൊടുത്തു പോലും എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എന്തിനാകുമ്പോൾ ഞാൻ ടാറ്റ കൊടുത്ത് എനിക്കറിയില്ല, എൻ്റെ പാവം. പിന്നെന്താ കോമഡികൾ ഓർത്തിട്ട് ഞാൻ പറയാം. പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്കിങ്ങനെ എന്താ അറിയില്ല, നമ്മുടെ ഇടയിൽ നിങ്ങൾ ബോയ്സ് പറയുന്ന മാതിരി ഇങ്ങനെ ചളി കമൻറ്റ് ഞാൻ അടിക്കും കേട്ടോ. അപ്പം അത് 2 പേരോടെ അടിക്കാറുള്ളൂ, 2 പെൺപിള്ളേരോടെ അടിക്കാറുള്ളൂ കേട്ടോ.
രണ്ടാളും കേട്ടിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഇവർ ആസ്വദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒരാൾ ആസ്വദിക്കുന്നതാണ്. എനിക്കറിയാം പാവാണ്. അവളെ ഞാൻ എപ്പോൾ വിളിച്ചാലും അവൾ ഞാൻ പറയാറില്ലേ, എനിക്ക് കരയാനുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഞാൻ കരയിലുണ്ടെന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് പറയലുണ്ട്. പക്ഷേ മറ്റേ ആളുടെ അടുത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ആളെന്നെ നെഗറ്റീവ് തോട്ടായിട്ടാണ് എടുത്തിരുന്നത്. അത് അറിയാൻ കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ എന്നോട് വെള്ളത്തിൽ ഇരുന്നപ്പോൾ എന്നോടേക്കൊന്ന് കുടിച്ചിട്ടുണ്ടോയെന്ന്. നമ്മൾ ഒന്നിച്ച് വരുന്നു, ഒന്നിച്ച് പോകുന്നു, ഇവരുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നു, ഇവരുടെ ഇടയിൽ കൂടെ നടക്കുന്നു. പിന്നെ ഇവളെ കെട്ടിയാനാണ് എനിക്ക് അവിടെ കൊണ്ട് തന്നത് കുടിക്കാനായിട്ട്. അതിൻ്റെ മോള് പിന്നെ അല്ലാണ്ട് ഞാനെന്ത് പറയണമെന്ന് പറയാം. പിന്നെ അടുത്ത ദിവസം ഞാൻ അടിക്കുമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. ചെള്ള അടിച്ച് പൊട്ടിക്കുമെന്ന്. അടിക്കാനില്ല, എൻ്റെ ഒരു വിരൽ തൊട്ടാൽ അവൾ വീഴും. മനസ്സിലായോ? അടിക്കാനൊന്നും പറ്റില്ല. ഞാൻ ചെന്ന് ജയിലിൽ ചെന്ന് നടക്കേണ്ടി വരും അവളെ അടിച്ച് കഴിഞ്ഞാൽ. ആ സ്റ്റേജാണ് അവളെ സ്റ്റേജ്. എന്നിട്ട് ഈ നമ്മുടെ 5 പേരിലുള്ള ആൾ പറഞ്ഞു, പോട്ടെ പ്ലീസ് ഇതിനെക്കുറിച്ചൊരു ഇഷ്യൂ ആക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു കേട്ടോ. നമ്മളെയൊക്കെ മുന്നിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ, നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് അല്ലെ ഹോട്ടലിൽ ഒരു റൂം എടുക്കേ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെയാണോ ഒരിടത്തു നിന്നൊക്കെ പോകുമ്പോൾ കാണിക്കേണ്ടത്? ഇവളുടെ ഇങ്ങനെയാണ്, നെഗറ്റീവ് തോട്ടുകളാണ് എപ്പോഴും. ഇവളെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നില്ല. എല്ലാവരും വിചാരം ഇവള് അയ്യോ എന്തോ പാവമാണെന്നുണ്ട്. ഇവൾ വിഷത്തിൻ്റെയും വിഷമെന്ന് പറയില്ലേ, അതാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത്. പിന്നെ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, കാര്യം പറഞ്ഞിട്ടില്ല, എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ, ഈശ്വരൻ കാണുന്നുണ്ട് ഇതെല്ലാം, ഒരാളെ വേദനിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ. അന്ന് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ അയാളോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ അയാൾ തകർന്നേനെ അല്ലേ. നിങ്ങൾ ബോയ്സിനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ നിങ്ങൾ ബോയ്സാണ് പറയണത്. ആടാ ഞാൻ 10 അടിച്ചിടാന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായ ഞാനും അങ്ങനെ പറയുന്ന കൂട്ടത്തില്ല. പക്ഷേങ്കിൽ ഈ ഒരാളുടെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നില്ല. ഇയാൾ എന്നെ ടോർച്ചർ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ചോദിച്ചത്. പിടിച്ചു വലിച്ച് പോയിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എനിക്കത് എന്നെ ഭയങ്കര ഇവരിൽ 2 ആൾ ചോദിച്ചു. ഒരാൾക്ക് എന്നെ അറിയാം ഞാനങ്ങനെ ഒന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല എന്നറിയാം. അതിൽ ഞാൻ എപ്പോഴും കോമഡി പറയുന്ന ഒരാളുണ്ട്. ആൾ ചോദിച്ചെങ്കിലും എനിക്ക് വിഷമം വരില്ലായിരുന്നു. അവൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊടിയെന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചേനെ അവളെ. മനസ്സിലായി? തെറി വിളിക്കാനുള്ള ഒരു ഇതുണ്ട് അവൾ എനിക്കും കൂടിയിട്ട് ഒരു ഇതുണ്ട്, ബോണ്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചളിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവളോടും മറ്റുള്ളവരോടെ പറയുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു ബോണ്ട് അവളുടെ അടുത്തുണ്ട്. അവളാണ് ചോദിച്ചെങ്കിൽ അടിച്ചടി എന്നൊക്കെ പറഞ്ഞ് ബ്ലണ്ടർ അടിച്ചേനെ. മനസ്സിലായോ? പക്ഷേ ഈ വിഷത്തിനോട് എനിക്കൊന്ന് വിഷമാണെന്ന് എനിക്കറിയാം. എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സർപ്പത്തെക്കാളും വിഷമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എനിക്ക് വിഷമം തട്ടിയ പിന്നെ കുറേ ദിവസത്തേക്ക് ക്ലാസ്സിൽ പോകില്ല കേട്ടോ. കുറേ ദിവസത്തേക്ക് ഞാൻ ഏരിയയിൽ പോകില്ല. അവർ ചോദിക്കും, അപ്പം ഞാൻ പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. ഇനി ഹോസ്പിറ്റലിൽ പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ അവരെന്നെ വിടില്ല, അവിടെ പിടിച്ച് അവിടെ അഡ്മിറ്റാക്കും. പിന്നെ ഇവൾക്കുള്ള ഒരേ ആവശ്യം എന്നെ എങ്ങനെയും തളർത്തുക എന്നുള്ളതാണ്. എന്തിനാണ് എന്നെ തളർത്തിയിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ടും എന്നെനിക്കറിയില്ല. എല്ലാവരും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഇതിൽ എത്രയോ പേര് പഠിക്കുന്നു. അതിൽ വിഷങ്ങളായിട്ട് 1-2 എണ്ണമൊക്കെ ഉള്ളൂ, 2-3 എണ്ണമൊക്കെ ഉള്ളൂ മനസ്സിൽ വിഷം വെച്ച് നടക്കുന്നത്. അതുവരെയും വിഷമല്ലായിരുന്നു. ആ ഒരു സമയത്താണ് അതിൻ്റെ വിഷം എവിടെ നിന്ന് വന്ന് കയറിയെന്ന് അറിയില്ല. അത് ഫസ്ട്രേഷനാണ്. മനസ്സിലായി? അതൊരു വിഷമല്ല, അതൊരു ഫസ്ട്രേഷൻ. ഞാനാവാത്ത മറ്റൊരാളാവരുത് എന്നുള്ള പെട്ടെന്ന് വന്നൊരു തോന്നലായിരിക്കണം എനിക്ക് തോന്നുന്നത്. അല്ലാണ്ടെങ്കിൽ അതുവരെയും അങ്ങനെ ഒരു ഇതല്ല. പക്ഷെ എന്നാലിട്ട് വേറൊരു ക്യാരക്ടറാണ് ഞാൻ എന്നുള്ളൊരു ഭാവം. ആ ഭാവമൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊരിക്കലും നല്ലതല്ല, ഞാനെന്നുള്ള ഭാവം.